അർജുന മതിയായി. പത്രങ്ങളിലൊക്കെ ലാസ്റ്റ് പേജിലായി. കുറേ നാൾ അർജുനെ വിറ്റുള്ള ജീവിതമായിരുന്നു, റേറ്റിംഗ് ആയിരുന്നു, അർജുനായിരുന്നു റേറ്റിംഗ്. അങ്ങ് ശിരൂരിൽ പോകുന്നു, ഇപ്പം അർജുനെ ജീവനോടെ കൊണ്ടുവന്ന് വീട്ടുകാർക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു. ദേശാഭിമാനിയിൽ മാത്രമാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലെ പേജിൽ. ഈ ജന്മഭൂമിയൊക്കെ ലാസ്റ്റാക്കി. മലയാള മനോരമ ഫ്രണ്ട് പേജിലില്ല, അത് ലാസ്റ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ മതിയായി അർജുനെ വിറ്റ്. ഇനി ഇടയ്ക്ക് വയനാട് വന്നപ്പോൾ അവിടുത്തെ കുറേ കരച്ചിലും കണ്ണീരും പിന്നെ മറ്റേ സെൻറ്റിമെൻ്റലും ഒക്കെ വിറ്റ് അത് കുറേ ജീവിച്ചു. ഇനി അടുത്ത് മതി. ഇന്ന് വീണ്ടും രാവിലെ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ആ കുടുംബത്തെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് എന്നുള്ളതാണ്. ആ ചെറുപ്പക്കാരൻ പോയിട്ട് ദിവസങ്ങളാകുന്നു. ഇനി ജീവനോടെ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോറിയുടെ ഭാഗം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും റേറ്റിങ്ങിൻ്റെ ഇതാണ്. ധന്യ, ഈ ദേശാഭിമാനിയും ജന്മഭൂമിയും ഒക്കെ രണ്ട് പത്രവും ഒരേ ദിവസം വായിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ചാനലുകൾ മുഴുവൻ, അതായത് 24 ആയാലും റിപ്പോർട്ടർ ആയാലും ഏഷ്യാനെറ്റ് ആയാലും മാതൃഭൂമി ആയാലും എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഷിരൂരിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഷിരൂരിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം എന്നാണ് അവർ വിളിക്കുന്നത്. ഇനി ആരെയാണ് രക്ഷപ്പെടുത്താനുള്ളത് എന്ന് എനിക്കറിയത്തില്ല. എനിക്കതിനോട് വിയോജിപ്പുണ്ട്. കാര്യം എന്തായാലും അർജുൻ്റെ ലോറിയുടെ ഭാഗം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നു, ലോറി വെള്ളത്തിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചു എന്ന് ഈ മാധ്യമ സിംഹങ്ങൾ തന്നെയാണ് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി വെള്ളത്തിനടിയിൽ നിന്ന് അർജുനൻ്റെ എന്താണ് കിട്ടാനുള്ളത് എന്ന് എനിക്കറിയാം. അപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈ മാധ്യമത്തിൽ ക്യാപ്ഷൻ ഇടുന്ന ആളുകൾ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ തന്നെ പറഞ്ഞ ഒരു ഒപ്പീനിയനോട് എനിക്ക് എതിർപ്പുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ധർമ്മമല്ലേ ഈ നാട്ടിൽ നടക്കുക. കാരണം ഈ മാധ്യമങ്ങൾ തന്നെ അത്രത്തോളം തീ പിടിപ്പിച്ച വിഷയമാണ് അർജുൻ എന്താണ് മാധ്യമങ്ങളുടെ ധർമ്മമാണ് എന്ന് പറയുന്നത് ശരിയാണ്. മാധ്യമങ്ങളാണ് പല വാർത്തകളും പുറത്തെത്തിക്കുന്നത്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പിന്നെ എന്തിനാണ് ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത്? ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇന്ന് വരും, നാളെ വരും, അർജുനെ കിട്ടും, ഇപ്പൊ കിട്ടും, കിട്ടി, അർജുന്റെ ലോറി കിട്ടി, തടിക്കഷ്ണം കിട്ടി, അർജുനെ തന്നെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. സത്യത്തിൽ അവരുടെ കണ്ണീരിന്റെ ശാപമൊന്നും ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ ഇത്തരം റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഈ തള്ളിക്കയറി നടക്കുന്നവരുടെ ഒന്നും തലയിന്ന് പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇല്ല, മരണപ്പെട്ടു എന്ന് തുടക്കത്തിലേ പറഞ്ഞാൽ അതിലേക്ക് അവർ അഡ്ജസ്റ്റ് ആവും. എങ്ങനെയാണ് തന്നെ ഒരു മാധ്യമ പ്രവർത്തകന് ഇതുവരെ ശരീരം പോലും കണ്ടിട്ട് കിട്ടാത്ത, എന്താണെന്ന് അറിയാത്ത ഒരാൾ മരണപ്പെട്ടു എന്ന് വാർത്ത കൊടുക്കാൻ പറ്റുക? റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഒരു ആ സങ്കടം പറയാതിരിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിൽ തട്ടിയാണ് പറയുന്നത്, മനസാക്ഷി കുത്തോടുകൂടിയാണ് പറയുന്നത്. ഇനി അർജുനെ മടങ്ങി കിട്ടുമോ എന്ന് ചോദിച്ചൊരു വാചകമുണ്ട്. അതിനടിയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് മലയാളികൾ തെറി വിളിച്ചതുണ്ട്. നിങ്ങൾ ആരാണത് തീരുമാനിക്കാൻ? അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചു കിട്ടില്ല എന്ന് പറയില്ല. പക്ഷെ സങ്കടത്തോടു കൂടി ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അരുൺകുമാറിനെതിരെയാണ് സോഷ്യൽ മീഡിയ ശിരൂരിൽ മര്യാദയ്ക്ക് പോകാതിരുന്നിരുന്നുവെങ്കിൽ അത് വേറെ ആ വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ 1-2 ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകര് അർജുൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യുമ്പോൾ കണ്ടന്റ് ചെയ്യും. അത് തന്നെയാണ് സത്യം. ആ സത്യത്തെ മൂടി വെക്കാൻ ആർക്കുമാകില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഒരു ചേംബർ ഉണ്ടാക്കി ചേംബറിനകത്ത് ഒളിച്ചിരിക്കുമെന്നും അല്ല അർജുൻ. സ്വാഭാവികമായും മണ്ണിടിച്ചിലുണ്ടായി, അർജുന്റെ ലോറി വെള്ളത്തിൽ പോയി, അദ്ദേഹത്തിന്റെ വിധി സങ്കടം ആ കുടുംബത്തിനൊപ്പം ആ നാടിനൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കൊപ്പം ഉടമയ്ക്കൊപ്പം. കാരണം അയാൾ അന്ന് മുതൽ അവിടെ ഉണ്ട്. അയാൾക്കെതിരെ വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പലരും ഉന്നയിച്ചെങ്കിലും സീരിയസ്ലി അയാൾക്കും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ മാധ്യമങ്ങളാണ് അർജുനെ കിട്ടും, അർജുനെ കിട്ടും, അർജുനെ കിട്ടും, കിട്ടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പ്രതീക്ഷ എന്തിനാ കുടുംബത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കുടുംബത്തിനില്ല. കുടുംബം ഒരു ഘട്ടത്തിൽ തിരച്ചിലിന്റെ 4, 5, 6 ദിവസം കഴിഞ്ഞപ്പോൾ കുടുംബം പറയരുത് രോഹിത്. തുടക്കത്തിൽ ഈ പല ചാനലുകളും അവിടെ ചെന്ന് നിന്ന് അർജുനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ നൽകിയപ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണുകളിൽ നമുക്ക് കാണാമായിരുന്നു, ആ ഭാര്യയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു അയാൾ തിരിച്ചു വരുമെന്നുള്ളത്. ഈ വാർത്തകൾ വരുന്ന 4-ാമത്തെയോ 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസത്തെ വാർത്തകൾ എടുത്തു നോക്കിയാൽ അതിൽ കുടുംബം പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായേനെ. കാരണം കുടുംബം ഓൾറെഡി 6-ാമത്തെയോ 7-ാമത്തെ ദിവസം കുടുംബത്തിന് കൃത്യമായ ബോധമുണ്ടാകുമല്ലോ വെള്ളത്തിൽ പോയ കുടുംബത്തെ അല്ല മലയാളി സമൂഹത്തെ ഒന്നടങ്കം, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ, ഈ വാർത്തകൾ കാണുന്ന സമൂഹത്തെ ഒന്നടങ്കം കബളിപ്പിക്കുകയാണ് അവിടെ മാധ്യമങ്ങൾ ചെയ്തത്. കാരണം മാധ്യമങ്ങൾ കൃത്യമായി തിരച്ചിൽ 11-ാം ദിവസം അർജുൻ മടങ്ങി വരുമോ, അർജുന്റെ പറഞ്ഞതുപോലെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ, ഉടനെ നേരെ വണ്ടി എടുത്തിട്ട് ക്യാബിനിൽ
അർജുനുണ്ട്. ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്ക് പോകുന്നു. ആ ഷോറൂമിൽ നിന്ന് ഈ വാഹനത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്, ഇതിലൂടെ വെള്ളം വരും, ഓക്സിജൻ പോകും, 10 ദിവസം ഇതിന്റെ സിഗ്നൽ ഉണ്ടാവും. ഏത് അറബിക്കടലിനടിയിൽ പോയാലും സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ഒരു അജണ്ട. പിന്നെ ഗ്രാഫിക്സ് ഉണ്ടാക്കുന്നു, അവിടെ നിൽക്കുന്നു, അർജുൻ പോയത് കാണിക്കുന്നു. അർജുന് പോലും വെള്ളത്തിനടിയിൽ പോയിട്ട് എന്ത് സംഭവിച്ചെന്ന് ആ ചെറുപ്പക്കാരന് പോലും ചിലപ്പോ അറിയാൻ സാധിക്കും. അതിന് മുന്നേ ആ ചെറുപ്പക്കാരൻ ചിലപ്പോ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന മാധ്യമങ്ങൾക്കറിയാം ആ വെള്ളത്തിനടിയിൽ പോയിട്ട് ഇത്രയും കുത്തൊഴുക്കുള്ള ഗംഗാവലി പുഴയ്ക്കടിയിൽ പോയിട്ട് അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ ആ വെള്ളത്തിനടിയിലൂടെ എങ്ങോട്ട് പോയി, ഇതൊക്കെ ഗ്രാഫിക്സിൽ കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഒരുമാതിരി പറ്റിക്കണം. മാധ്യമങ്ങളുടെ ധർമ്മം അതല്ല. സത്യസത്യമായി ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഇല്ല എന്ന് തുറന്ന് പറയാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. ഈ മലയാളത്തിൽ തന്നെ 20ഓളം വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള കടിച്ചുകീറലാണ്. അതായത് ഒരു കൂട്ടം സിംഹങ്ങളുടെ നടുവിലേക്ക് ഒരു ആട്ടിൻകുട്ടി വന്ന് കയറുന്നത് പോലെയാണ് ഓരോ വാർത്തകളും വന്നത്. ആ വാർത്തകളെ എങ്ങനെ വ്യത്യസ്തമായി അവതരിപ്പിക്കാമെന്നാണ് ഇവരെല്ലാവരും ചിന്തിക്കുന്നത്. ഷിരൂരിലെ സംഭവം ഞാൻ പറയാം. ഷിരൂരിൽ റിപ്പോർട്ടർ TV പോയിട്ട് വേർ ഇസ് ദ എസ് പി എന്ന് ചോദിച്ചാൽ അരുൺകുമാർ നടത്തിയ ഒരു ഷോ ഉണ്ട്. ഈ ഷോയെ തുടർന്ന് എന്താ സംഭവിച്ചത്? ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് പോലും അവിടേക്ക് കയറാനോ സത്യസന്ധമായി ഞാൻ ഒരു മാധ്യമത്തിന്റെ പേരെടുത്ത് പറയല്ല, ഞാൻ അരുൺകുമാർ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നു. ഒരു മാധ്യമങ്ങൾക്കും അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുകയാണ്. പിന്നീട് ഇവർ ചെയ്തത് വലിയ ഡ്രോണുകളുടെയൊക്കെ സംവിധാനത്തോടു കൂടി പഴയ വിഷ്വൽസും പുതിയ വിഷ്വൽസും ഒക്കെ എടുത്ത് ഇത് പഴയതേതാ പുതിയതേതാ ഇന്നത്തേതാ ആകെ കാണുന്നത് വെള്ളത്തിന്റെ നടുവിലൂടെ നേവിയുടെ ഒരു ബോട്ട് കിടന്ന് കറങ്ങുന്ന ഒരു വിഷ്വൽ മാത്രം വെച്ചിട്ട് ഇവർ കഥ മെനഞ്ഞുണ്ടാക്കുക. അതിനുവേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ അവിടേക്ക് കെട്ടി പറക്കി അയച്ചത് ആ ചാനലിൽ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഉള്ള അവതാരകരെ, അതിന്റെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അരുൺകുമാറിനെയും ഹാഷ്മിയും പോലെയുള്ള ആളുകളെ നേരിട്ട് അവിടെ ഇറക്കുന്നു. വലിയ മാധ്യമ പട. എനിക്ക് തോന്നുന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെക്കാട്ടി കൂടുതൽ മാധ്യമ പ്രവർത്തകരെ ഷിരൂരിൽ ഇറക്കി. പക്ഷേ ഇവരാരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ആ ഷിരൂർ ഇങ്ങനെ കത്തിച്ചു പോകുമ്പോഴാണ് ഇവിടെ അവിചാരിതമായ ഒരു ദുരന്തം ഉണ്ടാകുന്നു. എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ രക്ഷാപ്രവർത്തനം നിർത്തി വന്നു. പിന്നെ കാര്യം എന്താ? അവിടെ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടാകാം, നമുക്കറിയാത്തതാണ്. പക്ഷേ കർണാടക സർക്കാർ മനുഷ്യനേക്കാൾ വലുതല്ല ഈ പറയപ്പെടുന്ന ക്ഷമിക്കണം, ഈ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ വലുതല്ല മനുഷ്യൻ. കർണാടക സർക്കാർ അവിടെ എടുത്തൊരു നിലപാട് കൃത്യമാണ്. ആദ്യത്തെ 3-4 ദിവസങ്ങൾ എന്തുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടന്നില്ല, അതിനെ മലയാളികളുടെ ഇടയിലേക്ക് ഈ മാധ്യമങ്ങൾ കർണാടക സർക്കാരിനെതിരെ വലിയൊരു വികാരം ഉണ്ടാക്കിയെടുത്തു. ഇവര് അവിടെ രക്ഷപ്പെട്ട് വന്നതിന് കർണാടകയിലായി സർക്കാർ വലിയ രീതിയിൽ അർജുന്റെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇത് വാദിച്ച ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ഷിരൂരിലേക്ക് ചെന്നപ്പോ അരുൺകുമാർ ആയാലും ഹാഷ്മി ആവട്ടെ ആരോ ആയിക്കോട്ടെ, ഇവർ നേരിട്ട് കളത്തിലിറങ്ങിയപ്പോഴാണ് ഇവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കോരിച്ചൊരിയുന്ന മഴ, ഗംഗാവലിയിലെ കുത്തൊഴുക്ക്, എപ്പോ വേണമെങ്കിലും തലയ്ക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വരാൻ പറ്റുന്ന ഷിരൂർ കുന്നുകൾ, കൊടുങ്കാറ്റ്, ഇതിലൊക്കെ നിന്നിട്ട് വേണം ഇവർക്ക് രക്ഷാപ്രവർത്തനം നിർത്താൻ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അവിചാരിതമായി ഒരു അത്യാഹിതം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തോ ആകട്ടെ, തെറ്റ് പ്രകൃതി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പ്രകൃതിയെ കൊണ്ട് ചെയ്യിച്ചതാണ് കാര്യം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഒരു 10-12ഓളം പേരെ മണ്ണെടുത്ത് വെള്ളമെടുത്ത് പുഴയിലേക്ക് പോകുന്നു, മരണപ്പെടുന്നു. പക്ഷേ അത് രക്ഷിക്കാൻ ഒരു 200-300 പേര് വരുമ്പോൾ ഈ കുതിർന്നു നിൽക്കുന്ന ഷിരൂർ കുന്നുകൾ വീണ്ടും അവരുടെ മുകളിലേക്ക് ഇടിഞ്ഞാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും സർക്കാർ അവിടെ പ്രിക്കോഷൻ എടുക്കുകയാണ്. ക്ഷമിക്കൂ, മഴയുടെ ശക്തി കുറയട്ടെ. പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ മാധ്യമങ്ങൾ കത്തിക്കുന്നു. മാധ്യമപ്പെട 4-5 ദിവസത്തിന് ശേഷം ഷിരൂരിലേക്ക് പോകുന്നു. ഇവിടെ കോഴിക്കോട് പോയി അമ്മയുടെ അച്ഛൻ്റെയും ബൈറ്റ് മാത്രം ഇട്ടാൽ റേറ്റിംഗ് കയറാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് ഷിരൂരിലേക്ക് വെച്ചുപിടിക്കുകയാണ്. ഷിരൂരിൽ പിന്നെ കാണുന്നത് മാധ്യമ ഷോയാണ്. അതായത് ഇലക്ഷനൊക്കെ ചെന്ന സ്ഥാനാർത്ഥികളോട് ബൈറ്റ് എടുക്കുന്ന പോലെയാണ് അവിടെ ചെന്നിട്ട് രക്ഷാപ്രവർത്തകരുടെ ബൈറ്റ് എടുക്കുന്നു. വലിയ ബിൽഡപ്പ്. അത് കേരളം ഒന്നിക്കുന്നു, അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ കർണാടക സർക്കാർ ഒന്ന് ആലോചിക്കണം, ആ SP MLA ഒക്കെ ദിനരാത്രങ്ങളോളം അവിടെ നിൽക്കുകയാണ്. ഇവരീ പറയുന്നത് അർജുന് വേണ്ടി മാത്രമൊന്നും അല്ലെന്നേ, ആ മണ്ണിനിടയിൽ പെട്ടുപോയ ഓരോ ആളുകൾക്കും, അത് തമിഴനാകട്ടെ മലയാളിയാകട്ടെ, പേര് പറഞ്ഞാലേ മലയാള മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കണ്ടല്ലോ, അയ്യോ നിങ്ങളുടെ അർജുന് വേണ്ടി നിങ്ങളെല്ലാം വന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ആരുമില്ല എന്ന് പറയുന്നത് തമിഴിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ആ ബൈറ്റ് വരെ എടുത്ത് ഈ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു. ഞാൻ പറയട്ടെ തന്നെ, വയനാട്ടിൽ ഇപ്പോഴും 100-ലധികം പേര് മണ്ണിനടിയിലുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ, അർജുനടക്കം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഇവരെ തിരയുന്ന വാർത്തകൾ കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസോടുകൂടി വീണ്ടും ഇന്നലെ വൈകുന്നേരം മുതൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഷിരൂരിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, ഷിരൂരിനെ വിറ്റ് കാശാക്കിയത് 3-4 മാധ്യമങ്ങളാണ്. ഷിരൂർ സംഭവത്തെയും അർജുനെയും അർജുന്റെ ലോറിയെയും വിറ്റ് റേറ്റിംഗിൽ കയറി വന്ന റേറ്റിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, ആണെന്ന് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് പിടിക്കും. വയനാട് കോമൺ ആണ്, ഓൺലൈൻ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ വയനാട്ടിലേക്ക് കയറി ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പണ്ട് പ്രമുഖ മാധ്യമങ്ങൾ മാത്രമേ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കൂ, ബാക്കിയൊക്കെ മഞ്ഞ വാർത്തകൾ എന്ന് പറഞ്ഞ ഈ മാധ്യമങ്ങളാണ് ഓരോ തമ്പിടുമ്പോഴും ഓരോ ഹെഡ്ലൈൻ കൊടുക്കുമ്പോഴും ഈ അർജുന്റെ വിഷയത്തിൽ പല പ്രമുഖ മാധ്യമങ്ങളും
ഏറ്റവും നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ അർജുന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നത്. പ്രതീക്ഷയോടെ കേരളം തിരച്ചിൽ പ്രതീക്ഷയുടെ 10ാം നാൾ, പ്രതീക്ഷയുടെ 12ാം നാൾ. ഒരു മനുഷ്യന് ഇവര് പിന്നെ പറയാണ് കാശ്മീരിൽ മഞ്ഞിനടിയിൽ തായ്ലൻഡിൽ എത്രയോ നാള് ഗുഹയ്ക്കകത്തിരുന്ന മനുഷ്യൻ തിരിച്ചു വന്നു, അവിടുത്തെ രക്ഷാപ്രവർത്തകർ തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിന്റെ ഒരു ചരിത്രമായി. എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യന്റെയും ഒരു കുടുംബത്തിന്റെയും ജീവൻ വിറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ വിറ്റ് ഇങ്ങനെ തിന്നാൽ അത് അകത്തിറങ്ങും എന്നുള്ളതാണ്. മലയാള മാധ്യമങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അവരുടെ അവതരണ രീതികൾ മാറുന്നു. അംഗീകരിക്കാം, നാടോടുന്നു ഇപ്പൊ നടുവേ ഓടുന്നു എന്ന് പറയുന്ന പോലെ ഓൺലൈൻ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്ന പ്രമുഖ അവരൊന്നും മാധ്യമ പ്രവർത്തകരെ അല്ല എന്ന് പറയുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഈ അടുത്ത് തുടങ്ങിയ ഒരു ചാനലിലെ ഡെസ്കിൽ ഹെഡായിട്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം മഞ്ഞ വാർത്തകൾ അടിക്കുന്നവരാണ്, നിങ്ങൾക്ക് നിലവാരമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രമുഖ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമത്തിൽ ജോലി ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചതാണ്. തക്കതായ മറുപടി ഞാൻ അയാൾക്ക് നൽകിയിട്ടാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. മലയാള മാധ്യമങ്ങളെല്ലാം ചുമപ്പിൽ നിന്നും മഞ്ഞ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായി മഞ്ഞയില്ല, ട്രെൻഡിനൊപ്പം നീങ്ങുക എന്നുള്ളൂ. ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ പറയും, ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്ന ഈ പറയപ്പെടുന്ന പ്രമുഖ മാധ്യമങ്ങൾ, നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു കൂടി വന്ന ഒരു 10, 20, 25 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും ഒരു സ്ഥാപനം തുടങ്ങാം. കാലക്രമേണ ആയിരിക്കും ഇതിനെ അപ്ഡേറ്റ് പോവാ. ഇവര് പിന്നെ കോടികൾ മുടക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. ഇവരുടെ ടെക്നോളജി വലുതാണ്. ഇവരുടെ ഈ ടെക്നോളജികളൊക്കെ കിട്ടിയാൽ അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഡിജിറ്റൽ ഓൺലൈൻ ജേർണലിസത്തിലുണ്ട്. പക്ഷെ ഇവന്റെയൊക്കെ മുന്നിൽ പോയിട്ട് റാമോളിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം. മാന്യമായി പണിയെടുക്കാൻ പറ്റുന്ന പ്രേക്ഷകരുള്ള ഒരു ഡിജിറ്റൽ ജേർണലിസ്റ്റിന് ഇവരെക്കാട്ടി കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓൺലൈൻ മാധ്യമമാകട്ടെ സാറ്റലൈറ്റ് മാധ്യമമാകട്ടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചില കുഞ്ഞു തമ്പുകളൊക്കെ ഇടാം. പക്ഷെ അത് ദുരന്തമുഖത്താകരുതെന്നേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ തന്നെ, ഇവിടുന്ന് വയനാട് വരെ പോയിട്ട് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്റ്റോറി എടുക്കുക, ഇതുപോലെ സ്റ്റോറി എടുത്താൽ ഇവർക്ക് കിട്ടുന്ന മില്യൺസ് ഓഫ് വ്യൂ ഉണ്ടാക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പറ്റും. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിലുള്ള പണി നമുക്കറിയാം, അതിനുള്ള തമ്മിൽ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ മരിച്ചു കിടക്കുന്നത്, നഷ്ടപ്പെട്ട് കിടക്കുന്നത്, മണ്ണിനടിയിൽ കിടക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യം അല്ല രോഹിത്തെ, അവര് പറയുന്നത് ഞങ്ങൾ ഇത് സർക്കാരിന്റെ മുന്നിൽ എത്തിച്ചാൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ. അല്ലാതെ സർക്കാരിന് അറിയില്ല ഇത്ര പേര് മണ്ണിനടിയിലുണ്ട്, ഇത്ര പേരുടെ ജീവൻ നഷ്ടമായി, മണ്ണും ജീവനും പോയ മനുഷ്യനാണ് പകച്ച് വയനാട്ടിൽ നിൽക്കുന്നത്. ഇതൊന്നും സർക്കാരിനോട് ഇവര് പറഞ്ഞു കൊടുത്താൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് ഇവിടുത്തെ പല മാധ്യമ സിംഹങ്ങളും പറയുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ പിണറായി അനങ്ങൂ, അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി സർക്കാർ സംവിധാനങ്ങൾ അനങ്ങൂ. ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളായി മാധ്യമങ്ങളെ കണ്ടിരുന്ന ഒരു നാടാണ് കേരളം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ പിന്നെ തല്ല് റിപ്പോർട്ട് ചെയ്യാൻ പോയ പ്രമുഖ മാധ്യമത്തിന്റെ ക്യാമറമാനെ റിപ്പോർട്ടറെ ആക്രമിച്ചു. ഞാൻ അതിനെ യോജിക്കുകയല്ല. ജനങ്ങൾ അങ്ങനെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളുടെ പരിണിത ഫലമാണ്. വയനാട്ടിൽ മാധ്യമങ്ങൾ കാണിച്ച ചില മാന്യതകളുണ്ട്, ഞാനില്ല അത് പക്ഷേ ഷിരൂരിൽ കാണിച്ചില്ല എന്നതാണ് എന്റെ പ്രശ്നം. കാരണം റിപ്പോർട്ടർ ടി വി രാവിലെ ഞാൻ ചാനൽ വെച്ച് നോക്കുമ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ പ്രതിനിധി പറയാണ് ഇവരെവിടെയോ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എങ്ങനെയോ എത്തപ്പെട്ടില്ലേ, തമാശകളൊക്കെ പറയില്ലേ, ബഹിരാകാശത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലുകാരെ കണ്ടു എന്ന് പറയുന്ന പോലെയാണ്. ഇവരവിടെ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡെസ്കിൽ ഇരുന്നിട്ടല്ല, സ്റ്റുഡിയോയിൽ നിന്ന് പറയുകയാണ്. സ്റ്റുഡിയോയിൽ ആരായിരുന്നു, അരുൺകുമാർ ആണോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ പറയാണ് നിങ്ങൾ ഒരു വിധത്തിലും രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സേഫായി എവിടെയെങ്കിലും മാറി നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യാതെ. പക്ഷെ ഷിരൂരിൽ അങ്ങനെ ആയിരുന്നില്ല. ഷിരൂരിലെ ഓരോ റിപ്പോർട്ടർമാരും ഈ ജൂനിയർമാരും സീനിയർമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടേക്ക് നിങ്ങൾ അവിടേക്ക് ചെല്ലൂ, പോലീസുകാരോട് ചോദിക്കൂ. അവിടെ പല ആളുകളും രക്ഷാപ്രവർത്തനത്തിന് ചെന്ന് മണ്ണ് വാരിക്കൊണ്ട് നിൽക്കുന്നത്. ഒരു മിനിറ്റ് ഇവന്റെ ഈ 1 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ അവന് 2 വട്ടം മണ്ണ് അധികം വാരാൻ പറ്റും. വേണം വാർത്തകൾ ആളുകളിലേക്ക് എത്തണം, കൃത്യമായി എത്തണം, നല്ല വിവരങ്ങൾ കിട്ടണം. ഈ വയനാട്ടിൽ ഞാൻ പറയാം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പറയപ്പെടുന്ന കോടികൾ ഒഴുകാനുള്ള ഒരു കാരണം ഈ മാധ്യമങ്ങളാണ്. അവിടുത്തെ ഈ വലിയ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതുകൊണ്ടാണ്. അതൊക്കെ ഒരു വിധത്തിൽ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ദുരന്തം വിറ്റ് ഞാൻ ഇന്നലെ കണ്ട ഒരു ചാനലിന്റെ ഒരു ഇത് പറയാം, വളരെ അതിന്റെ അവതാരകൻ അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള് രാവിലെ മോർണിംഗ് ഷോ അവതരിപ്പിക്കണം, ഇന്നലെയാണോ ഇന്നാണെന്ന് ഞാൻ ഓർമ്മയില്ല. അദ്ദേഹം പറയുന്നു ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. പാട്ടുകാരനായ ആ കുട്ടി അവസാനമായി പകർത്തിയ മുണ്ടക്കയുടെയും ഈ ഗ്രാമത്തിൻ്റെയും പ്രദേശങ്ങൾ ഇന്ന് ആ കുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊണ്ടാഷ് വരികയാണ്. മൊണ്ടാഷ് ഈ പറയപ്പെടുന്ന വയനാടിൻ്റെ മലനിരകളുടെ ഒരു ഹെലിക്ക ഈ തകർന്നു കിടക്കുന്ന ഇങ്ങനെ വന്നിട്ട് ഒരു ബൈറ്റ് പെട്ടെന്ന് ഈ ചാനലിൻ്റെ ലോഗോ വരുന്നത് കുതിപ്പ് തുടർന്ന്, ആ ചാനൽ പേര് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കുതിപ്പ് തുടർന്ന് 24 ന്യൂസ്
കാരണം എന്താ ഏഷ്യാനെ ബീറ്റ് ചെയ്ത് അവരെത്തി. അവര് കുതിച്ചതാണ് ഈ ശിരൂരിലെ അതാ, അത് ഞാൻ വയനാട്ടിൽ അവര് കുതിച്ചതാണ് ഏഷ്യനെറ്റിലെ പിന്നിലാക്കിയിട്ട് ഞാൻ അവരെത്തിയത്. ചോദിക്കുന്നത് ഈ സ്റ്റോറി അവർ എഡിറ്റ് ചെയ്ത് വെച്ചപ്പോ ആ സ്റ്റോറിയിലെങ്കിലും ഈ കുതിപ്പ് തുടർന്ന് 24 ഒഴിവാക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഞാൻ കുറ്റം പറയല്ല, ചിലപ്പോ എന്തുകൊണ്ടായിരിക്കും അവരെല്ലാത്തിനും മൊണ്ടാഷ് ഇടാൻ പറഞ്ഞതായിരിക്കും, ആ എഡിറ്റർ ഇട്ടതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വയനാടിനെയും ശിരൂരിനെയും ഒക്കെ വിറ്റിട്ട് ഈ പറയപ്പെടുന്ന റേറ്റിംഗിലേക്ക് കയറി വന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. അത് ജനങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. മലയാളി കുറ്റം പറഞ്ഞാൽ മതിയല്ലോ, മലയാളിക്ക് അത് മതി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ കാണാനാണെങ്കിൽ കുറ്റം പറയുന്ന മലയാളി തന്നെ അത് കാണുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇത് കാണാനാണെങ്കിൽ മാന്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല പ്രമുഖ സ്ഥാപനങ്ങളും നമുക്ക് ഇവിടെയുണ്ട്. മറ്റൊരു അമാന്യമായി ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും അവർക്ക് ഇത് മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും എന്തുണ്ടാവും, അവർക്കത് മതിയെങ്കിൽ ഞങ്ങളും അത് കൊടുക്കാൻ തയ്യാറാകും. ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീധരൻ നായരുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കാണും. അതിനകത്ത് ഇത് ക്യൂലാണെന്ന് തോന്നുന്നു. അതിനകത്ത് മനീഷ് നാരായണനുണ്ട്. അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം കോട്ടും സൂട്ടും ഒഴിവാക്കി മുണ്ടിട്ട് വാർത്ത രാവിലെ രാവിലെ എനിക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് പുള്ളിയുടെ കഴിവ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. പാൻഡൂരി കളഞ്ഞു, മുണ്ടെടുത്തു, അതൊക്കെ കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ. നമ്മൾ തന്നെ ആലോചിച്ചു എന്തിനാണ് ഈ അസ്വസ്ഥനായിട്ടിരുന്ന് ഈ മസിൽ പിടിച്ചിരുന്ന. പണ്ടൊക്കെ ഏഷ്യനെറ്റ് വാർത്ത അങ്ങനെയായിരുന്നല്ലോ. പഴയ ചാനൽ പ്രവർത്തകരോടൊക്കെ നമ്മൾ സംസാരിക്കുക, അവർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കൈ അനങ്ങി എന്റെ പേരിൽ തെറിവിളി കേട്ട കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ കിട്ടുന്നു, മാധ്യമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ആ മാറ്റങ്ങൾ ദുരന്തമുഖത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. പിന്നെ ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, പല ചാനൽ മുതലാളിമാരും പ്രഖ്യാപിച്ചിരിക്കുന്ന ദുരിതാശ്വാസ പാക്കേജുകൾക്ക് പിന്നിലുള്ള കപട ബുദ്ധികളുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. എന്തായാലും മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പല റിപ്പോർട്ടർമാരും പ്രഷറിൽ നിന്നുകൊണ്ടാണ്. അവരെക്കാൾ കൂടുതൽ റേറ്റിംഗ് നമുക്ക് വേണമെന്ന് ഇവിടുന്ന് പ്രഷർ കൊടുക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും അർജുന്റെ ശവം തേടി പറക്കുകയാണ് ശിരൂരിൽ ക്യാമറ കഴുകന്മാർ. തീർച്ചയായിട്ടും വയനാട്ടിൽ 100-ലധികം ശരീരങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടായിട്ടും ശിരൂരിലെ അർജുന് വേണ്ടി, അതായത് കുടുംബത്തിന് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അർജുന് വേണ്ടി ആ അർജുനെ വിറ്റ് ജീവിക്കാൻ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. സത്യം ഇതാണ്, അർജുൻ മടങ്ങി വരില്ല. ഇനി അർജുൻ മടങ്ങി വരണമെങ്കിൽ നമ്മളൊക്കെ സിനിമകളിലൊക്കെ കണ്ട രീതിയിൽ അമാനുഷികമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അങ്ങനെ ഒരു സംഭവിക്കാനുള്ള സാധ്യത ശിരൂരില്ല. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി മണ്ണെടുത്ത് മാറ്റിയ ശിരൂരിന്റെ താഴ്വരയിൽ കൃത്യമായ പ്രിക്കോഷൻസ് എടുക്കാത്തത് കൊണ്ട് ഇടിഞ്ഞു വന്ന മണ്ണിലും വെള്ളത്തിലും അർജുൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അത് ആ കുടുംബവും അക്സെപ്റ്റ് ചെയ്യുന്നു, മലയാളി സമൂഹവും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. മാധ്യമങ്ങൾ ഇനിയും മലയാളിയെ കബളിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ശവങ്ങളെ അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങളെ അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളെ വിറ്റ് ജീവിക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾ സിംഹങ്ങളോടാണ് ഇനിയെങ്കിലും ഈ നാണം കെട്ട പരിപാടി നിങ്ങളൊന്ന് അവസാനിപ്പിക്കും. വീണ്ടും നമുക്ക് ഈ ചർച്ചയുമായിട്ട് പോകേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന് നമുക്ക് പല ദുരിതാശ്വാസ പദ്ധതികളുടെ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. തൽക്കാലം നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.